ഓരോ ദിവസവും നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെ എന്തൊക്കെ ടൈപ്പ് സംഭവങ്ങളാണ് നടക്കുന്നത്. അതിൽ ചിലതൊക്കെ കണ്ടാൽ നമുക്ക് ചിരിച്ച് മതിയാകും. അപ്പോൾ ഫണ്ണി സോമൻ സീരീസിലെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അത്തരത്തിലുള്ള കുറെ സംഭവങ്ങൾ തന്നെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ വളരെ രസകരമായ സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം തന്നെ കാണാൻ പോകുന്നത് ഒരു കരാട്ടെ മാസ്റ്റർ നമുക്ക് സെൽഫ് ഡിഫൻസ് പഠിപ്പിക്കുകയാണ്. ഒരാൾ നമുക്ക് നേരെ പിന്നിൽ നിന്ന് തോക്കും ചൂണ്ടി നിന്നാൽ ആ സന്ദർഭത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അപ്പോൾ അത് പഠിക്കാം. Sendo rendido aí pelas costas, tá? Virei, eu vou fazer esse movimento, tá vendo? Dominei o braço, trago aqui pro banquinho e já tomei a arma dele. Nós vamos continuar agora, tá? Vai repetir, tá? Então na repetição vou repetir, ó. Fiz o movimento. Ô, professor. പറ, തോക്ക് വലത്തെ കയ്യിലാണെങ്കിൽ എങ്ങനെ രക്ഷപ്പെടുമെന്ന് പറ. അതറിയില്ലെങ്കിൽ പഠിക്കുക തന്നെ വേണം മിസ്റ്റർ. നമ്മൾ പലതരത്തിലുള്ള വാർഷികങ്ങളും ആഘോഷിക്കാറുണ്ട്. പക്ഷെ എന്തായാലും ഇനിയോടെ കാണാൻ പോകുന്ന വാർഷികം നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ലാത്ത ഒരു വാർഷികം തന്നെയായിരിക്കും. 100% ഗ്യാരണ്ടി. മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 40ാം ചരമവാർഷികമാണ് ഇന്നിവിടെ ആഘോഷിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും അങ്ങനെ പറഞ്ഞത് മോശമായിപ്പോയി. ആ സ്കൂൾ മരിച്ചിട്ട് 40 വർഷമായി, എന്നിട്ട് നിങ്ങൾക്ക് അതിൽ സന്തോഷമുണ്ടെന്നോ? ഒരു സ്കൂളിന്റെ ചരമവാർഷികത്തിൽ പറയാൻ പറ്റുന്ന വാക്കുകളാണോ അത്? ചിലർക്കൊരു പ്രത്യേകതയുണ്ട്. അവർ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആകാശം ഇടിഞ്ഞു വീണാലും അവർ ഉണരില്ല. അത്തരത്തിലൊരു മഹത് വ്യക്തിയാണ് നമ്മളിവിടെ കാണുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ വെള്ളം വന്ന് മൂടി പുള്ളി ഒരു ഓർമ്മ ആകേണ്ടതായിരുന്നു. എന്നിട്ടും പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണരേണ്ടി വന്നതിലാണ് അവന് സങ്കടം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. മനസ്സിലായില്ലേ? कल्लेरी में कटोरी में कॉल करेगा. गूगल पे सेंड में सामान कल्लेरी ग्रिल हाउस रेस्टोरेंट में डिलीवरी है. आप कल आएगा. आप हाँ कल आएगा, कॉल करेगा. कल मैं रूम से റൂമിൽ ഉണ്ടാവും. ആ ഓക്കെ, എന്നാ നാളെ വിളിക്കാം. ഇന്ന് ഞാൻ അവിടെ വന്നിട്ട് ആളില്ല, കോള് എടുക്കില്ല. നിങ്ങൾ മലയാളിയല്ലേ? ആ ഇന്ത്യക്ക് ഇത് കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും നേരം അറിയാത്ത ഇന്ത്യക്ക് വിളിച്ചറിയുന്നത് ലാഭിക്കാമായിരുന്നു. കാര്യമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ആള് ഭയങ്കര കലിപ്പിലാണ്. അവൻ ആരെയാണ് പ്രതീക്ഷിച്ചത് എന്നറിയില്ല. എന്തായാലും അവൻ പ്രതീക്ഷിച്ചവരല്ല ലിഫ്റ്റിൽ ഉണ്ടായിരുന്നത് എന്നത് വ്യക്തമാണ്. എന്റെ മോനെ, ശത്രുക്കളോട് പോലും ഇങ്ങനെയുള്ള പ്രാങ്ക് ഒന്നും ചെയ്യല്ലേ. അതിലൂടെ ശല്യപ്പെടുത്തല്ല ബ്രോ, അവരുടെ പ്രണയം പൂത്തുലയട്ടെ. പറയാളിയ എന്റെ
വായ കണ്ടിട്ട് 2 ലിറ്റർ ചളിയുള്ള ഉള്ളിലും പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. From Cruiser, flicked on from Gedner. What a block. The same player on the deck. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു പ്രമുഖ വീഡിയോ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ, അത് സ്വാഭാവികം. The shot and with the approach. Probably wondering when. Shot. ഇനി നമ്മളൊരു കപ്പിളിന്റെ ഡാൻസ് ആണ് കാണാൻ പോകുന്നത്. വേറെ എവിടെയും സ്ഥലം കിട്ടാത്തതുകൊണ്ട് കടലിലാണ് വന്ന് കളിക്കുന്നത്. കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയി നിൽക്കുന്ന നേരെ കളിക്കാൻ പറ്റും. എനിക്ക് നാളെ പോക്സാ. എന്നെ ഓ സ്പോർട്സ് അത് തന്നെ അറിയത്തില്ല. എന്നറിയത്തില്ല. പോസ്പോ ഞാൻ വേറെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ തന്നെ പറ ഗൈസ്, ഏതാണ് ശരി, പോക്സോ അത് പോസ്പോ? എന്തായാലും കണ്ണാടി ഉണ്ടായ പോരെ, ഏത് ടൈപ്പ് ആണെങ്കിൽ എന്താ. ഇനി നമുക്ക് കണ്ടാൽ ആർക്കും കളിക്കാൻ തോന്നി പോകുന്ന ഒരു ഗെയിം കാണാം. പോണവിടെ ചിലരൊക്കെ പറയുന്നത് ഫുഡ് കിട്ടാനുള്ള പൂച്ചയുടെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആയിരുന്നു അത് എന്നാണ്. ഇനി നമ്മളിവിടെ കാണാൻ പോകുന്നത് ഒരു റിലേ മത്സരമാണ്. അവസാനം വരെ കാണണേ, ട്വിസ്റ്റ് ഉണ്ട്. Here I come. Oh. ഫുഡ് കിട്ടാൻ വേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോകും. അതിപ്പോ നിന്നെയൊക്കെ കൊന്നിട്ടാണെങ്കിലും. പോയി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.